ഹായ്, ഹാപ്പി അല്ലേ? ഓക്കെ ഗൈസ്, ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നത്, ഒരുപാട് ആൾക്കാർ. നിങ്ങളിപ്പോൾ എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവും, പല രാജ്യത്ത് പല ജനങ്ങളാണ് ഇവിടേക്ക് വരുന്നത്. തിങ്ങി നിറയാണ് ഗൈസ് SM സ്ട്രീറ്റ്. ഇത് പിന്നെ ഇവിടെ പമ്പരം കറക്കും. ഇതെങ്ങനെ ഒരു ദിവസം എത്ര വട്ടം കറക്കും? ഒരു ദിവസം എത്ര വട്ടം കറക്കും? ആ അതന്നെ. ആ അപ്പോൾ നമ്മൾ അൻസ് വ്ളോഗ്, അൻസ് എന്ന് വെച്ചാല് പറന്ന് നടക്കുന്ന കിളികളെ പോലെ പറക്കുന്ന ആളാണ് അൻസ്. അത്രക്ക് വേണോ? അത്രക്ക് വേണം. അങ്ങനെ പറയുമ്പോ അന്നെ ടോപ്പാക്കിയാൽ കഴിഞ്ഞാലല്ലേ ഇത് വൈറലാവുള്ളൂ. ടോപ്പാക്കണ്ടേ, എന്നാലല്ലേ ഈ വൈറലാവും. അതെ, എങ്ങനെയുണ്ട്? ഹാപ്പി അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഇത് ലോഡാണല്ലേ? പെരുന്നാൾ നിങ്ങൾ കൊണ്ടുപോകൂലേ? കൊണ്ടുപോകണം. പിന്നെ നല്ല വിലക്കുറവിലാണ് ഇവിടെ ഇത് കൊടുക്കുന്നത്. ഇതെങ്ങനെയാണ് ഇവിടുത്തെ വിലക്കുറവ്? 150 ഗൈസ്, 150 ഉറുപ്പ്യക്കാണ് ഇവിടെ SM സ്ട്രീറ്റിലെ നല്ല വിലക്കുറവിലാണ് കൊടുക്കുന്നത്. അപ്പോൾ പെരുന്നാളിന് ഇവിടേക്ക് വന്നാൽ മതി അല്ലേ? ഓ, സ്വാഗതം. ഓക്കെ ഗൈസ്, നടക്കാൻ പോലും സ്ഥലമില്ല. ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ SM സ്ട്രീറ്റിലുള്ളത്. ഇപ്പോൾ കാലിക്കറ്റ് SM സ്ട്രീറ്റ് ആണ്. അപ്പോൾ റംസാൻ സ്ട്രീറ്റാണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കാണാൻ പോണത്. അപ്പോൾ ബാക്കിൽ നമ്മളൊരു അടിപൊളി ആൾ നിൽക്കുന്നുണ്ട്. ഹായ്. ഹലോ. അപ്പോൾ ഈ SM സ്ട്രീറ്റിൽ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ചൂടാണ്, അൺസഹിക്കബിൾ ചൂടാണ്. പിന്നെ തിരക്കിന്റെ ഇടയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തല്ലേ? എങ്ങനെ പർച്ചേസ് ഒക്കെ SM-ൽ? അവിടെ ഇവിടെ കയറ്റി എടുക്കുന്നു. ഓക്കെ, അപ്പോൾ തിരക്കൊക്കെ എങ്ങനെയുണ്ട്? എന്ത് ചോദ്യാ, കാണുന്നില്ലേ? ഗൈസ്, ഇവിടെ ഫുള്ള് തിരക്കാണ്. അപ്പോൾ പിന്നെന്തൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക്? നോമ്പെടുത്തിട്ട് SM സ്ട്രീറ്റിലേക്ക് വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മളവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഗൈസ്. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം ഗൈസ്. നമുക്കൊന്ന് വരെ പരിചയപ്പെടാം. ഹായ്. ഹലോ. ഓക്കെ, അപ്പോൾ നോമ്പൊക്കെ ഇല്ലേ? ഓക്കെ, അപ്പോൾ പേരെന്താ? ഹനാൻ. ഓക്കെ, എവിടെ സ്ഥലം? ഞാൻ ശരിക്കും വയനാട്ടിലാണ്. ഓക്കെ, ഈ SM-ൽ വന്നിട്ട് എന്താ പറയാനുള്ളത്? SM-ൽ വന്നിട്ട് ഞാൻ അവിടെ പെരുന്നാൾ പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം തിരക്ക് അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഭയങ്കര തിരക്ക്, പിന്നെ തിരക്ക് പ്ലസ് ചൂട്. ഓക്കെ, അപ്പോൾ ഈ റംസാൻ സ്ട്രീറ്റ് ആണല്ലോ നമ്മളിപ്പോൾ കാണാൻ പോണത്. അപ്പോൾ ഇത്രയും നട്ടുച്ച വെയിലത്ത് ഈ ക്രൗഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരെയും അവസ്ഥ അല്ലാണ്ട് എന്താ പറയുക, എല്ലാവരും പെരുന്നാളായിട്ട് നമ്മളെ SM ആണല്ലോ നമുക്ക്. ഓക്കെ, അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വരാം അല്ലേ? ഓക്കെ, അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്? ഓക്കെ, അപ്പോൾ ഇനിയും എടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പെരുന്നാൾ എങ്ങനെയാണ് നിങ്ങളെ ലൈഫിൽ എൻജോയ് ചെയ്യാൻ പോണത്? പെരുന്നാള് അറിയില്ല, ഈ ചൂടത്ത് എങ്ങനെ ആവും എന്നെനിക്കറിയില്ല. ഇടയ്ക്കൊരു മഴയൊക്കെ പെയ്തിരുന്നു. അതെ, അപ്പൊ അതുകൊണ്ട് പെരുന്നാൾക്ക് ഇനി മഴ പെയ്യുമോ? അപ്പൊ നിങ്ങൾ എവിടെ സ്ഥലം? വയനാട്. ശരിക്കും വയനാട്. ഇപ്പൊ വയനാട്ടിൽ എങ്ങനെ ഇപ്പത്തെ കാലാവസ്ഥ? വയനാട് ആക്ച്വലി ഇവിടുത്തെ വെച്ച് നോക്കുമ്പോ ചൂടുണ്ട്. ഇവിടെ വെച്ച് നോക്കുമ്പോ അവിടെ ചൂടില്ല. പക്ഷെ അവിടെ ഭയങ്കര ഹ്യൂമിഡ്, ഭയങ്കര ഒരു വിങ്ങലാണ്. ഓക്കെ, അപ്പോ എത്ര വരെ പഠിച്ച്? ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്, അപ്പം ഡിഗ്രി ഫൈനൽ ഇയർ ചെയ്തോണ്ട്. അപ്പോൾ ഇവിടെ കാലിക്കറ്റ്. ഓക്കെ, ഏതാണ് വിഷയം? സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പോൾ ഭാവിയിൽ എന്തൊക്കെ പ്ലാനാണ് ഉള്ളത്? ഭാവിയിൽ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഒന്നും ആയിട്ടില്ല, അത് ഡിഗ്രി കഴിയട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, മാരീഡ് ആണോ? അല്ലല്ലേ? ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല, ഹാപ്പിയാണ്? നിങ്ങളെങ്ങനെ ഈ ചൂടത്ത് ഈ വ്ളോഗ് എടുക്കാൻ ഇറങ്ങിയതാണ് ഞാൻ ആലോചിക്കുന്നത്. അതെ അല്ലേ? ഓക്കെ, അതിനപ്പോൾ പറഞ്ഞുതരാം ഗൈസ്, അത് നമ്മളോട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കണം. എന്താ വെച്ചാൽ ഈ നട്ടുച്ച വെയിലത്താണ് നമ്മളിപ്പോൾ SM സ്ട്രീറ്റിലുള്ളത്. ഒന്നും പറയണ്ട, അത് ഈ റംസാൻ സ്ട്രീറ്റ് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വന്നതാണ്. ഓ മൈ ഗോഡ്, നിങ്ങളുടെ വിൽ പവർ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ ചൂടത്ത് ഇറങ്ങിയല്ലോ, നമ്മളിപ്പം നമ്മളെ അവസ്ഥ അതായതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണല്ലോ. പക്ഷേ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതെ, അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയോ? ഇല്ല, സോറി. എന്തെങ്കിലും ഡാൻസ് കളിക്കും, പക്ഷേ നോമ്പാണ്. ഡാൻസ് പാട്ട് ഹറാം. യെസ്, അതെ, ശരിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇനിയും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ഓക്കെ, അപ്പോൾ ക്യാമറ നോക്കിയിട്ട് ഒരായി പറഞ്ഞോളൂ. ഹലോ. അതിമനോഹരമായ മുട്ടായി തെരുവിലെ മംഗല്യ ഗോൾഡിലാണ് ഇനി നമ്മൾ കയറാൻ പോണത്. അപ്പോൾ കുറച്ച് ഇനി ഗോൾഡിൻ്റെ കളികളെ കളിക്കാൻ പോണത്. ഹായ്, പേരെന്താ? സിന്ധു. ഓക്കെ, അമ്മ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. ഹാപ്പി അല്ലേ? ഓക്കെ ഗൈസ്, ഇതാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ. ഹായ്, പേരെന്താ? അനു. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് നമ്മുടെ മംഗല്യ ഗോൾഡ് ഷോപ്പാണ്. നമ്മുടെ കാലിക്കറ്റ് SM സ്ട്രീറ്റിലാണ് നമ്മുടെ ഈ ഷോപ്പ് ഇപ്പോൾ ഉള്ളത്. നമുക്കിവിടെ 3-4 ബ്രാഞ്ച് ഉണ്ട്. പാളയത്തുണ്ട്, മേലെപ്പാളയുണ്ട്. ഓക്കെ,
ഇതാണ് മെയിൻ ബ്രാഞ്ച് നമ്മുടെ. ഓക്കെ, അപ്പോൾ എങ്ങനെ കളക്ഷനും കാര്യങ്ങളും? കളക്ഷൻ നല്ല ബ്രൈഡലിന് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഓക്കെ ബ്രൈഡലിന്റെ ഗൈസ്, കളക്ഷൻസ് ഉണ്ട്. ഈ പെരുന്നാളിൽ നിങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ഗൈസ്, അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ബഡ്ജറ്റൊക്കെ എങ്ങനെ? ലോ പ്രൈസിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ കുറച്ച് 1 ഗ്രാമിന്റെ ഗോൾഡ് നമ്മൾ ഇതിൽ അടയുന്നുണ്ട്. നമുക്ക് അതിന്റെ ചെറിയൊരു റേറ്റ് വരുന്നുള്ളൂ. ഓക്കെ, നല്ല അടിപൊളി ബ്രൈഡലിന്റെ കളക്ഷൻസ് ആണ്. നമുക്ക് പാലക്കയിലും നാഗപുരത്തിലൊക്കെ വരുന്ന പുരാതനമായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള ആഭരണങ്ങൾ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടോളൂ ഗൈസ്. SM സ്ട്രീറ്റിലാണ് ഈ ലൊക്കേഷൻ വരുന്നത്. എന്ത് രസമാണ് ഗൈസ് ഇങ്ങനെ ഗോൾഡൊക്കെ കാണാൻ. അപ്പോൾ ഈ കല്യാണത്തിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടൊക്കെ ഇവിടെ ഉണ്ടാവും. ഡിസ്കൗണ്ട് ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? നമ്മളെ പേജ് പറയാന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് മാക്സിമം പെരുന്നാളും പ്രമാണിച്ചിട്ട് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും. പിന്നെ 1 ഗ്രാമിന്റെ ഐറ്റം ഒക്കെ ഉണ്ട്. അതൊക്കെ മേടിച്ചാല് നമ്മള് 1 ഗ്രാമിന്റെ തന്നെ ഒരു വള ഫ്രീ ആയിട്ട് കൊടുക്കും. ഓക്കെ, ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ റംസാൻ മുബാറക്. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫാണ്. ഹായ്, പേരെന്താ? രജിഷ. സാറ്റിസ്ഫൈഡ് അല്ലേ? ഓക്കെ, റംസാൻ മുബാറക്. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളാണ്. ഓക്കെ, എങ്ങനെയുണ്ട്? പേരൊക്കെ എന്താ? സുനിത. എവിടെ സ്ഥലം? എലത്തൂർ. ഹാപ്പി അല്ലേ? അപ്പോൾ റംസാൻ മുബാറക്. ഓക്കെ, റംസാൻ സ്പെഷ്യലായിട്ട് ഹാപ്പിയാണ്. ഓക്കെ ഗൈസ്, ഇത് ഇവിടുത്തെ കുട്ടി സ്റ്റാഫാണ്. ഹായ്, പേരെന്താ? രഞ്ജിത. അപ്പോൾ എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു? 2.5 വർഷം. അപ്പോൾ എങ്ങനെ അനുഭവങ്ങളൊക്കെ? കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ റംസാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഷോപ്പാണ് ഗൈസ്. എന്ത് രസമാണ് ഗൈസ് ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ. മൊത്തം തിളങ്ങുന്നുണ്ട്. നല്ല കളക്ഷനും കാര്യങ്ങളും ഉള്ളത്. നിങ്ങൾ തന്നെ നോക്കൂ ഗൈസ്, അടിപൊളിയാണ്. ഇതൊക്കെ വരുന്നത് മുട്ടായി തെരുവത്തെ ഒരു ഷോപ്പാണ്. ഉള്ളോട്ടും ഉണ്ട് ഒരുപാട്. നോക്കൂ ഗൈസ്. ഇതൊക്കെ ബെൽറ്റാണെന്നാണ് പറയുന്നത്, ബെൽറ്റ്. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യങ്ങളാണ് ഗൈസ് മൊത്തം. മാലകളൊക്കെ എങ്ങനെയാണ് വരുന്നത് റേറ്റൊക്കെ? 2,800, 3,800 ആ റേഞ്ചിൽ വരും. ഓക്കെ, അപ്പോൾ കസ്റ്റമറൊക്കെ ഇവിടെ ഹാപ്പിയാണ്? ഓക്കെ, എവിടെ നിന്നൊക്കെയുള്ള കസ്റ്റമേഴ്സാണ് വരുന്നത്? പിന്നെ ഡൽഹിന്നും അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് നാഗപടത്തിൻ്റെ വളല്ലേ? ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇവർ പറഞ്ഞ മാതിരിയാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ ഒക്കെ ഒന്ന് നിങ്ങൾക്ക് വിശദമായിട്ടൊന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു അടിപൊളി കളക്ഷനും കാര്യങ്ങളും ഇവർ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോവാണ്. നമുക്ക് ട്രഡീഷണൽ ആയിട്ട് വരുന്ന ബ്രൈഡലിനെ കൊടുക്കാൻ പറ്റുന്ന പാലക. ഓക്കെ, പിന്നെ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് നെഗാസിന്റെയും ഒക്കെ വരുന്ന ലക്ഷ്മി ടെമ്പിളിൽ വരുന്ന നെക്ലേസ് വരും. ഓക്കെ, നമുക്ക് ബ്രൈഡലിന് കൊടുക്കാൻ പറ്റുന്ന ഐറ്റം. അത് ഗോൾഡ് പോലെ തന്നെ ജ്വല്ലറി എങ്ങനെയാണോ അതുപോലുള്ള മെറ്റീരിയലാണ്. ആന്റിക്കിന്റെ ടെമ്പിൾ പ്രീമിയം കളക്ഷൻ കാപ്പുകള. ഓക്കെ, ഈ മെറ്റലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഗോൾഡിലൊന്നും ഒരാൾക്കും തോന്നില്ല. കളക്ഷനിൽ വരുന്നതാണ്. ഓക്കെ, ഫോമിങ്ങിന്റെ ചെയിനുകളാണ് ആണല്ലേ? ഓക്കെ, പേൾ ഐറ്റംസ്. ഓക്കെ, കമ്മൽ ഐറ്റംസ് അല്ലേ? ഓക്കെ, അപ്പോൾ വേറെ സ്പെഷ്യലായിട്ട് കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഫോമിങ്ങിലൊക്കെ തന്നെ. ഓക്കെ കളക്ഷൻസ് ഫുള്ളുള്ള ഗൈസ്, ഒരുപാട് കളക്ഷനാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നാലേ വിശദമായിട്ട് മനസ്സിലാവുള്ളൂ ഗൈസ്. ഇനിയും കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഗൈസ്. അടിപൊളിയാണ് ഗൈസ്, നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു ടേസ്റ്റ് നിങ്ങൾക്ക് വന്നാലേ സെലക്ട് ചെയ്യാൻ കഴിയുള്ളൂ. മൾട്ടി കളർ വരുന്ന ക്രിസ്റ്റൽ ടൈപ്പിൽ വരുന്ന ഓക്കെ, ഇതൊക്കെ മംഗൾസൂത്രം ഗൈസ്. ചോക്ലേറ്റ് ഗൈസ്, വെറൈറ്റി പേരുകളാണ്. ചോക്ലേറ്റ് ആണ് കാണുന്നത്, ചോക്കർ ടൈപ്പ്. ഓക്കെ ഗൈസ്, ഇതൊക്കെ വരുന്നത് SM സ്ട്രീറ്റിലാണ്. ഡയമണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പം ഡയമണ്ടാണ് കണ്ടത്. എന്തൊക്കെയാണ് ഗൈസ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആവാ. അപ്പോൾ റംസാന് പൊളിക്കണം. ഓക്കെ, ഇത് ടർക്കീസ്. ഓക്കെ ഗൈസ്, ഇത് ടർക്കീസാണ് ഇപ്പോൾ കാണുന്നത്. വെറൈറ്റി വേറെ ഗൈസ്, ഒരുപാട് കളക്ഷൻ അവിടെ ഉള്ളത്. 1 ഗ്രാം ഗോൾഡ്. ഓ, വെറൈറ്റി ഗൈസ്, ഗോൾഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, പിന്നെ വെറൈറ്റി ഇതൊക്കെ എന്ത് ഐറ്റംസാ?
ഇതൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള പാലക്കൽ. പാലക്കൽ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അല്ലേ? അപ്പോൾ ഗൈസ് ഇതുവരെ നിങ്ങൾ കണ്ടത് ഇവിടുത്തെ കാഴ്ചകളാണ്. അപ്പോൾ മംഗല്യ ഗോൾഡ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഷോപ്പല്ല, ഞങ്ങൾക്ക് 2-3-4 ഷോപ്പും കൂടെ ഉണ്ട്. അതിൽ ഒരുപാട് വെറൈറ്റി അവിടെ ഉണ്ട്. ഓക്കെ. പിന്നെ ഡയമണ്ടിന്റെ വളകളുണ്ട് ഗൈസ്. ഇതൊക്കെ ഡയമണ്ടിന്റെ വളകളാണ്. റൂബി, പിന്നെ മൾട്ടി കളർ ആയിട്ടുള്ള ഒരുപാട് നല്ല വെറൈറ്റി. പിന്നെ ആന്റിക്കിന്റെ എന്താ പറയാ പ്രീമിയം ക്വാളിറ്റി ഉള്ള വളകളുണ്ട്. കോസ്റ്റ്ലി ഉണ്ട്, നോർമൽ റേറ്റ് ഉള്ളത്. ഓക്കെ. ഇതാണ് ഇവിടെ മംഗല്യ ഗോൾഡത്തെ സ്റ്റാഫുകൾ വരുന്നത്. പേരൊക്കെ ഒന്ന് പറഞ്ഞോളൂ. രജിഷ, രഞ്ജിത, സുനിത, അനു, സിന്ധു, സാജി. ഗൈസ് നിങ്ങൾ വരികയെന്ന് വെച്ചാൽ ഇവരൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവരെല്ലാവരും അടിപൊളി ആൾക്കാരാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഇവിടെ ഡിസ്കൗണ്ടുകൾ എന്തായാലും കൊടുക്കൂലേ? പിന്നെ നമ്മള് അതാ ഒരു 1 ഗ്രാമിന്റെ ഒക്കെ മേടിച്ചാല് ആന്റിക്കിന്റെ കളക്ഷൻസിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു വള അവർക്ക് തന്നെ ചൂസ് ചെയ്തിട്ട് എടുക്കാം. 5ന്റെ മേളിലേക്ക് വരണം കേട്ടോ. ഓക്കെ. പിന്നെ വാറണ്ടി ആണെങ്കിലും എന്ത് മേടിച്ചാലും അത് നമ്മൾ റീപ്ലേസ് ചെയ്തെടുക്കും. കസ്റ്റമർ പറഞ്ഞ മാതിരി അത് കാർഡോട് കൂടി വന്നാല് നമ്മളത് റീപ്ലേസ് ചെയ്ത് അവർക്ക് പുതിയത് മാറ്റിയെടുക്കാം. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ എൻ്റെ മക്കളിതാ ഇവര് എന്താ നിങ്ങൾക്ക് എന്തൊക്കെയാണ് റംസാനെ കുറിച്ച് പറയാനുള്ളത്? എങ്ങനെ കസ്റ്റമറും കാര്യങ്ങളും എങ്ങനെ വരുന്നത്? കുഴപ്പമില്ലാത്ത രീതിയിൽ. ഓക്കെ. കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ വന്നാൽ വിട പറഞ്ഞു പോവാണ്. ഓക്കെ, ബൈ. അപ്പോൾ ഇവിടുന്നായിരുന്നു നമ്മളിന്ന് കണ്ട കാഴ്ചകൾ മൊത്തം. മംഗല്യ ഗോൾഡ് SM സ്ട്രീറ്റിലാണ്. അവിടുന്ന് ഇങ്ങനെ റെയിൽവേന്ന് വരുമ്പോൾ ഈ കടങ്ങൾ കാണാം ഗൈസ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് പോവാണ് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ കുറേ നടക്കാണ്ട് അവിടേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ എങ്ങനെ ഇവിടുത്തെ കളക്ഷനും കാര്യങ്ങളും? കളക്ഷൻ ഒരുപാട് കളക്ഷൻ ഉണ്ട്. 1,25,000 മോഡലുണ്ട്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ പറയാ വെച്ചാൽ ഒരു 3000 ആളുകൾ കയറുന്നുണ്ട്. പിന്നെ സീസണാകുമ്പോൾ അപ്പോൾ എണ്ണ കൊടുക്കാത്ത ആളുകൾ കയറുന്നുണ്ട്. നമുക്ക് എന്താ പറയാ കൊടുക്കാൻ പറ്റാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്രയും വെറൈറ്റി അവിടെ ഉള്ളത്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരും. ഹാപ്പി അല്ലേ? ഒരായി പറഞ്ഞോളൂ. അപ്പോൾ ഒരു പറ്റിയ ഈദ് മുബാറക്ക് പറയുന്നത് ആദ്യമായിട്ട്. ഈദ് മുബാറക്ക്. ഓക്കെ. പിന്നെ നമ്മളെ പിന്നെ റമദാൻ എല്ലാ മുസ്ലിം എല്ലാവർക്കും വേണ്ടി ഒരു പ്രത്യേക റമദാൻ ആശംസ. ഓക്കെ, താങ്ക് യു ഗൈസ്. ഇനി നമ്മൾ SM സ്ട്രീറ്റിലെ കാഴ്ചകൾ ഇനി തുടരാൻ പോണുള്ളൂ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവാണ് ഗൈസ്. ഓക്കെ, ബൈ ഗൈസ്. ഇന്ന് SM സ്ട്രീറ്റാണ് ഇവിടെ കാണിക്കാൻ പോണത് ഗൈസ്. നമ്മളെ ബാക്കിൽ നിൽക്കുന്നത് നമ്മളെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ സഹായവും ഇവർക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എങ്ങനെ ഇത്രയും കാലമായിട്ട് ഈ SM-ൽ ഈ വെയിലത്ത് നിന്ന് പണിയെടുക്കുന്നത്? ഇതൊക്കെ എന്ത് എക്സ്പീരിയൻസ് ആയി, 2 വർഷത്തെ സീസണിൽ ഇതിന്റെ വേണ്ടപ്പെട്ട കമ്പനിക്കാരനാണ്. ആണല്ലേ? ഓക്കെ. എന്താ ചെയ്യുന്നത്? ഓക്കെ. അപ്പോൾ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു? 1 വർഷമായിട്ട്. എങ്ങനെ ഹാപ്പിയാണോ? ഓക്കെ. നോമ്പുണ്ടോ? നോമ്പുണ്ട്. ഓക്കെ. ഈ റംസാന്റെ കാഴ്ചകൾ എങ്ങനെ SM-ൽ വരുന്നത്? റംസാന്റെ കാഴ്ചകൾ എങ്ങനെ? റംസാന്റെ ടൈമിൽ എങ്ങനെ SM-ൽ ആൾക്കാരെ വരുന്നത്? ആൾക്കാർ കുറവാ. എല്ലാ സീസണിലും അതിൽ ഇപ്പൊ ഈ സീസണിൽ ആൾക്കാരില്ല. ഇപ്പൊ ഒന്നാമത്തെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അതാ ഫാൻസി. ഇനി നമുക്ക് ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മളെ ഫാൻസ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി ആ തല വരെ നമ്മൾ നടക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ശനിയാഴ്ച വൻ തിരക്കാ ഗൈസ്. വൻ തിരക്കെന്ന് വെച്ചാൽ വൻ തിരക്ക്. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് മറന്നെങ്ങനെ പോവാലേ? അല്ല, മറക്കോ? നിങ്ങളെ മറക്കേ ഗൈസ്. ഇത് നോക്ക് ഗൈസ്. അപ്പൊ എന്തായാലും ഷീറ്റ് ഇവിടെ വന്നിരിക്കും. ഓക്കെ. SM-ൽ നിങ്ങൾക്ക് ഷീറ്റ് ആരാ കാണാൻ? റിയാസ് അല്ലേ? നൈസ് ക്യാപ്പ്. ഓക്കെ. അപ്പൊ ഒരായി പറഞ്ഞു. ഓക്കെ. നോമ്പില്ലേ? നോമ്പൊക്കെ പൂടപ്പോ ആണ്. വെള്ളത്തിലാവില്ലേ? നോക്ക് ഗൈസ്, കഷ്ടപ്പെട്ട് പണിയെടുക്കുക. ഓക്കെ ഗൈസ്. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോണ കാഴ്ചകളാണ് കാണുന്നത് ഗൈസ്. SM സ്ട്രീറ്റ് മൊത്തം ഫുള്ള് ജനങ്ങളാണ് ഗൈസ്. ഫുൾ ജനങ്ങൾ തിങ്ങി നിറയാണ്. ശനിയാഴ്ച ഇവിടെ പ്രത്യേക ജനങ്ങളാണ് ഗൈസ് വരിക. എവിടുന്നൊക്കെ ഉള്ള ജനങ്ങൾ ഈ റംസാൻ സ്ട്രീറ്റ് കാണാൻ വേണ്ടി ഇങ്ങനെ വരും ഗൈസ്. വൻ വിലക്കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത്. എമ്മാരി വിലക്കുറവാണ് ഗൈസ്. ഒന്നുകൂടി നിങ്ങൾക്ക് വില ചവിട്ടി പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുട ചൂടിയിട്ടുള്ള അവരെ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടെ കണ്ട ഗൈസ്. ഫുൾ സീനാണ് ഇവിടെ.
ഗായ്സ് അപ്പൊ നിങ്ങള് എന്റെ ഫാൻസ് ഇങ്ങനെ വിളിക്കൂ അത് നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനത്തെ ഒരു സ്ട്രീറ്റിലാണ് ഇപ്പൊ വ്ളോഗ് എടുക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വെയില്. ഞാൻ വീട്ടിൽ നിന്ന് ഒരു തൊപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്നാ എന്താന്ന് വെച്ചാല് തല ഇറങ്ങി വീകാണ്ടൊക്കെയാണ്. അതെ, എങ്ങനെയുണ്ട്? ഹാപ്പി അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഇത് ലോഡാണല്ലേ? പെരുന്നാൾ നിങ്ങൾ കൊണ്ടുപോകൂലേ? ഓക്കെ, ഏത് ഷോപ്പ് ഏതാ? ഞാനോ? ഓക്കെ, ഒരായി പറഞ്ഞോളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ തിക്കും തിരക്കിലും ഇവിടെ സെയിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കണ്ടോ ഗൈസ്, ഒരുപാട് ആൾക്കാർ കുട ചൂടിയിട്ടാണ് അവിടെ പോകുന്നത് ഗൈസ്. കുട ഇല്ലാണ്ട് അവിടെ നടക്കാൻ കഴിയില്ല ഗൈസ്. കണ്ടോ ഗൈസ്, അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സ്ട്രീറ്റിൻ്റെ കാഴ്ചകൾ വരുന്നത് ഗൈസ്. ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഒരു ലോക്കൽ തൊപ്പി എടുത്തിട്ടതാണ്. എന്താണെന്ന് വെച്ചാൽ നടക്കാൻ കഴിയില്ല ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അമ്പര വെയിലാണ്. എമ്മാരി വെയിൽ കണ്ടോ. ഇവരൊക്കെ ഇവിടെ ഫാനിൻ്റെ അടുത്തുനിന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇത് കാണിച്ചു കൊടുത്ത്. ആ അല്ല, ഈ ഫാൻ ഇട്ടാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയുള്ളൂ. കഴിയൂല, അമ്മാരി ചൂട്. ആ ഗൈസ് കണ്ടോ വേർപ്പ്. ആ അപ്പൊ ഈ SM സ്ട്രീറ്റിൽ എന്തായാലും ഒരു ഷീറ്റിന്റെ ആവശ്യമുണ്ട്. എങ്ങനെ മുകളില് ഷീറ്റിന്റെ ആവശ്യമുണ്ട്, പക്ഷെ ചൂട് കൂടുതലുള്ള സംശയമാണ്. ആ ഒരു AC. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ മൊത്തം ഒരു AC സെറ്റപ്പ്. എങ്ങനെ അപ്പോൾ ഇവിടെ ഗ്ലാസ് വെക്കേണ്ടി വരും അല്ലേ? ഗ്ലാസ് വെക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നാളെ മുതൽ പണി തുടങ്ങാം. നാളെ മുതൽ വേണോ? വേണ്ടല്ലേ, കുറച്ചങ്ങോട്ട് ആയിക്കോട്ടെ. നാളെ മുതൽ ഒരിക്കലും വെറുതെ നാവുകൊണ്ട് പറയാന്നില്ല. നാളൊന്നും ആവൂല. വലിയ ആരെങ്കിലും കാണുന്നത് ഒരു 5 കൊല്ലത്തിനുള്ളിൽ ആയാലും വലിയ കിട്ടില്ലേ. ഓക്കെ, ഫാൻസ് ആണിത്. ഹാപ്പി അല്ലേ? എങ്ങനെയുണ്ട് പെരുന്നാളിൻ്റെ ഒക്കെ കളക്ഷൻ കാര്യങ്ങളും? ആണല്ലേ. ഈ സ്ട്രീറ്റിന്റെ അവസ്ഥ എങ്ങനെയാണ്? തിക്ക് എങ്ങനെയുണ്ട്? ക്രൗഡ് എങ്ങനെയുണ്ട്? തിരക്ക്? ഈ വെയിലോ? നല്ല വെയിൽ. ഓക്കെ, എവിടുന്നാ വരുന്നത്? തിക്കോടി. അപ്പോൾ എങ്ങനെ, സാറ്റിസ്ഫൈഡ് അല്ലേ? ഓക്കെ, അപ്പോൾ ഒരായി പറഞ്ഞോ ഗൈസ്. ഒരുപാട് ഫാൻസാണ് ഇവിടെ ഉള്ളത്. എന്താന്ന് വെച്ചാൽ അമ്മാരി വെയിലാ. ഹായ് ഗൈസ്, ഇത് പിന്നെ ഇവിടെ പമ്പരം കറക്കും. ഇതെങ്ങനെ ഒരു ദിവസം എത്ര വട്ടം കറക്കും? ആ അതന്നെ. ആ ആണല്ലേ. ഓക്കെ, ഗുഡ് ജോബ്. ഓക്കെ ഗൈസ്, പിന്നെ മേലെ അങ്ങനെ എന്തൊക്കെ ഒരു കോലൊക്കെ വെച്ചിട്ട് വലിയ പരിപാടി, എന്തോ ഒരു പരിപാടി അവിടെ നടക്കുന്നത് ഗൈസ്. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രീറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ. പിന്നെ നല്ല വിലക്കുറവിലാണ് ഇവിടെ ഇത് കൊടുക്കുന്നത്. ഇതെങ്ങനെയാണ് ഇവിടുത്തെ വിലക്കുറവ്? 150 ഗൈസ്. 150 റുപ്യക്കാണ് ഇവിടെ SM സ്ട്രീറ്റിലെ നല്ല വിലക്കുറവിലാണ് കൊടുക്കുന്നത്. അപ്പോൾ പെരുന്നാളിന് ഇവിടേക്ക് വന്നാൽ മതി അല്ലേ? സ്വാഗതം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പിന്നെയും നടന്നു പോവാണ്. ഒരുപാട് ജനങ്ങളാണ് ഗൈസ് ഇവിടെ വരുന്നത്. ഷോപ്പിലും തിരക്ക്, പുറത്തും തിരക്ക് ഗൈസ്. നടക്കാൻ പോലും സ്ഥലമില്ല ഗൈസ്, നടക്കാൻ പോലും സ്ഥലമില്ല. എങ്ങനെ ഈ വെയിലിനെ കുറിച്ച് പറയാനുള്ളത്? മോനെ ഒരു അരമണിക്കൂർ കൊണ്ടാലും മനുഷ്യൻ ബോധം കെട്ടു പോകും. അപ്പൊ എന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇതിനായിട്ട് നടക്കാണല്ലോ വെയിൽ കൊള്ളാനായിട്ട്. നിങ്ങളെ അവസ്ഥ വളരെ ഡേഞ്ചറാണ് ഗൈസ്. നമ്മളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഗൈസ്. മാക്സിമം ലൈക്ക് അടിക്കണം. നിങ്ങൾ ലൈക്ക് അടിക്കാണ്ട് ആരും കാണരുത്. ചാനലിന്റെ പേര് അനസ് വ്ളോഗ് 21. അനസ് വ്ളോഗ് 21. ഓക്കെ, ഞാൻ പോയി എന്നാല് ഗൈസ്. ഫുൾ തിരക്കാണ് ഗൈസ് ഇവിടെ. ഗൈസ്, ഇതാണ് നമ്മളെ പ്രിയപ്പെട്ട ഷോപ്പ്. കണ്ണാടി ഗൈസ്, നമ്മള് വെറുപ്പിക്കുന്ന ഗൈസ്. എന്താന്ന് വെച്ചാൽ ഒരു പ്രമോഷൻ എടുക്കാൻ പറ്റുന്നില്ല. അവൻ ഇനി അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. മര്യാദയ്ക്ക് എടുക്കാൻ കഴിയുന്നില്ല ഗൈസ്. നമുക്കൊന്നും മര്യാദയ്ക്ക് ഇവിടെ നടക്കാൻ പറ്റുന്നില്ല. ഗൈസ്, ഇതാണ് അലൻ വാക്കർ. നമ്മള് ഇപ്പൊ ഒരു ഷോപ്പിന്റെ ഉള്ളിലാണ് പെട്ട് കിടക്കുന്നത്. അപ്പോ എന്തൊക്കെയാണ് ഇന്ന്? നോമ്പ് 21. അനസ് വ്ളോഗ് 21 കണ്ടോ? ഓക്കെ, മുല്ല. ഓക്കെ, എന്തായാലും ഓന്റെ ട്യൂണിങ് ഓനെങ്ങനെ? അങ്ങനെയാണ് ഒരു പ്രത്യേകത. ഒറ്റ പീസ് ഉള്ളു, റയറാണ്. വേൾഡിൽ തന്നെ ഒറ്റ പീസ്. എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ വല്ലാത്തൊരു ജാതി. പറഞ്ഞു തീർക്കട്ടെ സ്വരാവല്ലേ, ഇതൊന്ന് തീർക്കട്ടെ. സൂം അന്നെ കുറിച്ചാണ് ഇപ്പൊ ഇതുവരെ വിവരിച്ചത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ ഓരോ കുറിച്ച് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. എല്ലാരും മനുഷ്യന്മാരെന്നല്ലേ.
ആ എങ്ങനെ ഡോക്ടർ എങ്ങനെയാണ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്? എങ്ങനെ ഏത് എക്സാം എഴുതിട്ടാ പാസ്സായത്? എക്സാം ഏതാ ഇത് സാധാരണ? അല്ല പറയില്ല അല്ല മോനെ PSC യോ? ഈ PSC എഴുതിട്ടാ ഡോക്ടർ ആയത്? ഇമ്മേ PSC യോ? ഇപ്പം PSC എഴുതിട്ടായി ഡോക്ടർ? എടോ എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെ? പറയാൻ പറ്റില്ല, വ്ലോഗായി പോയി. അല്ല പറഞ്ഞോളൂ. ആദ്യം നമ്മളില്ലേ ആധാറായിട്ട് ലിങ്ക് ചെയ്യണോ? ലിങ്കോ എന്നിട്ട് അവിടെ പോയിട്ട് അപേക്ഷിച്ചാൽ മതി. പിന്നെ ഓക്കെ അങ്ങനെ തരും. ഓക്കെ തരും. ഇപ്പോഴാണ് ഒക്കെ മനസ്സിലായത്. നമുക്ക് PSC ഇല്ല ശരിക്കും. ഞാൻ നാളെ മുതൽ PSC ചെയ്താൽ പോവാ. ഓക്കെ ഞങ്ങളൊരു ആയി പറഞ്ഞു. ഹാപ്പി അല്ലേ? അപ്പോൾ റംസാൻ മുബാറക്ക്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആക്കി. ഞാൻ പോവാണ്. വലൈക്കും അസ്സലാം. ഗൈസ് നമ്മൾ ഇവിടുന്ന് പോവാണ്. എന്താ പറയാ, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഫുള്ള് ജനങ്ങളാണ് ഇവിടെ. എവിടെ നോക്കിയാലും ജനങ്ങൾ. അപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഉഷാർ തന്നെ. ഓക്കെ. അപ്പോൾ SM എങ്ങനെയാണ്? സാറ്റിസ്ഫൈഡ് ആണോ? പിന്നെ ഓക്കെ. ഈ വെയിലൊക്കെ കിടിലം വെയിൽ. ഓക്കെ പേരെന്താ? ഓക്കെ ഒരായി പറഞ്ഞോ. ഗൈസ് ഇത് മൊത്തം ഇവിടുത്തെ സ്റ്റാഫുകളാണ് ഗൈസ്. ഇനി നമ്മളിങ്ങനെ ആ തല വരെ നടക്കാൻ വേണ്ടി പോവാണ്. ആയി ബ്രോ എവിടെയൊക്കെ പോകുന്നത്? ഡ്രസ് എടുത്തോ? എവിടുന്നെടുത്ത്? പീടിയെന്ന്. എത്ര റേറ്റ് ഒക്കെ എത്ര വാങ്ങി? 2500. സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ. റംസാൻ മുബാറക്ക്. ഒരായി പറഞ്ഞോ. ഓക്കെ ഇതാണ് ഇവിടുത്തെ നേതാക്കൾ. ഹായ്. ഓക്കെ ഹായ്. എങ്ങനെ പേരെങ്ങനെ വരുന്നത്? ആദിൽ. സെലു. എങ്ങനെ ഇവിടെ കസ്റ്റമർ വരുന്നത്? എവിടുന്നൊക്കെയാണ്? ഇവിടുന്ന് പല രാജ്യത്തുനിന്ന് പല സ്ഥലത്തുനിന്ന് വരുന്നു. ഓക്കെ ഏതൊക്കെ രാജ്യത്തുനിന്നാണ് വരുന്നത്? ചൈന, കൊറിയ. ഈ കൊറിയത്തെ ഭാഷ നിങ്ങൾക്ക് അറിയോ? ചാൻചുൻച. ഓക്കെ പിന്നെ ഹാപ്പിയാണ്? ഓക്കെ ഒരായി പറഞ്ഞു. അപ്പോൾ ഞാൻ പോവാണ്. ഓക്കെ ബൈ. ഗൈസ് ഒരുപാട് ആൾക്കാരാണ് ഗൈസ് ഇവിടെ ഉള്ളത്. ഒരുപാട് ആൾക്കാർ SM സ്ട്രീറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഗൈസ്. കണ്ട ഗൈസ് വരുന്നുകൊണ്ടിരിക്കണ ഗൈസ്. ഹായ് ഹാപ്പി അല്ലേ? ഓക്കെ ഗൈസ് ഒരുപാട് ആൾക്കാരാണ് അവിടെ വരുന്നത്. ഒരുപാട് ആൾക്കാർ നിങ്ങളിപ്പോൾ എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവും. പല രാജ്യത്ത് പല ജനങ്ങളാണ് ഇവിടേക്ക് വരുന്നത്. തിങ്ങി നിറയാണ് ഗൈസ് SM സ്ട്രീറ്റ്. ഗൈസ് തിങ്ങി നിറയാണ്. അപ്പോൾ വെയിലത്ത് മര്യാദയ്ക്ക് എനിക്ക് നോമ്പ് നോറ്റ് നടക്കാൻ പോലും പറ്റൂല. അമ്മാതിരി സ്ഥലമാണിത്. ഓക്കെ ഹാപ്പി അല്ലേ? ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാണ്. ഈ അടിപൊളി ആളാണ്. ഈ വൈറലാവും. ഇപ്പോഴേ വൈറലായിക്കണ്. ഇനി അങ്ങോട്ട് ഒന്നും കൂടി വൈറലാവാണ്ട്. അത് വൈറൽ എങ്ങനെ എനിക്കറിയില്ല. പറന്ന് ഓരോരോ അറ്റത്ത് ഓരോരോ കൊമ്പിച്ചില്ല ഇങ്ങനെ കേറി. ഇവരങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ തൊണ്ട പൊട്ടി ഇങ്ങനെ അലറി വിളിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഓക്കെ പറഞ്ഞോളൂ. ഇനി പറഞ്ഞോളൂ ഫുള്ള്. ഹലോ ഗൈസ്, ഞാൻ തൊണ്ടിട്ട് കീറി പറയുന്നത് പിന്നെ പറന്ന് വൈറലാവുള്ള പരിപാടിയാണ്. അതെ എല്ലാവരും ഗൈസ് ഇതും അതേമാതിരിയുള്ള ഒരാളാണ്. ഹായ് പറഞ്ഞോ. ഓക്കെ ഹാപ്പി അല്ലേ? വൈകുന്നേരമാണ് ഒന്നുകൂടി പറയാ അല്ലേ? സ്റ്റാമിന് വൈകുന്നേരം വരിക. ഓക്കെ തുടങ്ങിയിട്ടുള്ളൂ ഗൈസ്. തുടങ്ങി മോനെ ഒന്നുകൂടി പറയും. ഷോറൂമായിട്ടാണ്, ഇമ്പോർട്ടർ ആയിട്ടാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് 1000 വിറ്റത് 900 വിറ്റ ഷീട്ടുകളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ കൊടുത്ത് കാര്യം 350 രൂപ. എത്ര വലിയ ഒരു ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ 350 എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു? ഞാനിപ്പോ 5-6 വർഷങ്ങളായി. 6 വർഷങ്ങളായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ ഈ SM സ്ട്രീറ്റിനെ കുറിച്ച് വേറെ കാര്യങ്ങൾ എന്താ പറയാനുള്ളത്? SM സ്ട്രീറ്റിൽ പറയാനുള്ളത് മിഠായി തെരുവിൽ മിഠായി കൊടുക്കണ മാതിരിയാണ് എല്ലാം കൊടുക്കണം ഇവിടെ അല്ലേ? മിഠായി തെരുവിന്റെ ചരിത്രം കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ പെരുന്നാളിന്റെ സീസണിൽ പറയുകയാണെങ്കിൽ ഒരുപാട് കളക്ഷൻ നിങ്ങൾ കേൾക്കണം. ഓക്കെ കേൾക്കുന്നില്ലേ ഗൈസ്? എല്ലാവരും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. കേൾക്കണം. കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ പറയുന്നത്. ഇത് കേൾക്കാൻ വേണ്ടിയിട്ടും ആൾക്കാർ ജനങ്ങൾ കേറാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഓക്കെ അപ്പോൾ നമ്മൾ അൻസ് വ്ലോഗ്. അൻസ് എന്ന് വെച്ചാല് പറന്ന് നടക്കുന്ന കിളികളെ പോലെ പറക്കുന്ന ആളാണ് അൻസ്. അത്രക്ക് വേണോ? അത്രക്ക് വേണം. അങ്ങനെ പറയുമ്പോ അന്നെ ടോപ്പാക്കിയാൽ കഴിഞ്ഞാലല്ലേ ഇത് വൈറലാവുള്ളൂ. ടോപ്പാക്കണ്ടേ? എന്നാലല്ലേ ഈ വൈറലാവണ്ടേ? ഇപ്പൊ എല്ലാവരും അൻസ് വ്ലോഗിനെ ഫോളോ ചെയ്യാ. ഈ തട്ടിലേക്ക് എല്ലാവരും വരിക. 350 രൂപ ഒരുപാട് ഷർട്ട് ഇട്ട് 1000-1200 രൂപ ഷർട്ട് എടുക്കണ്ട. മൊയന്തായി പോകും ഷോപ്പിൽ. ഇവിടെ AC മ്യൂസിക് ഒന്നും ഉണ്ടാവും. ഗൈസ് ഇതൊക്കെ എത്ര റേറ്റ് എങ്ങനെയാണ്? നല്ല ബ്രാൻഡാ, ഇമ്പോർട്ടഡ് ഐറ്റാണ്. ഞാൻ വെറുതെ പറയില്ല. ഇതൊക്കെ 900-950 കൊടുത്ത ഷർട്ടാണ്. ഇമ്പോർട്ടഡ് ഐറ്റം.
ഇതൊക്കെ 350 തീർക്കാനുള്ള അവസരങ്ങൾ ജനങ്ങൾക്ക് അവസരം വേണ്ടി. മുട്ടായിത്തെരുവ് ഒരുപാട് അവസരങ്ങൾ കിട്ടുമ്പോൾ തരിയാനുള്ള അവസരം തരിയണ്ടേ, തരയണം. അൻസിന് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അൻസ് ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസയോടെ നിർത്തുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഗൈസ്. ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇല്ല. ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്നിങ്ങനെ നിറഞ്ഞ് തിങ്ങി നിറയുന്നൊരു സ്ഥലമാണ്. ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ, ഇങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ, എവിടെ നോക്കിയാലും ആൾക്കാർ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ വ്ളോഗും എടുത്ത് ഇങ്ങനെ തല മൊത്തം വെയിലും കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഗൈസ്. എന്താ പറയുക, തല എറിഞ്ഞ് വീണാൽ ആരെങ്കിലുമൊക്കെ എടുത്ത് കൊണ്ടുപോയാൽ മതി. എന്താണെന്ന് വെച്ചാൽ നോമ്പ് നോറ്റിട്ടാണ് ഗൈസ് വ്ളോഗ് എടുക്കുന്നത്. മാക്സിമം ലൈക്ക് അടിക്കണം. ഇനി നമ്മളെ വണ്ടി അവിടെ ഉണ്ട്, നമ്മളിനി വണ്ടി എടുത്ത് നേരെ പോവാണ്. ഇനി ഇവിടെ നിന്നുണ്ടെങ്കിൽ ഞാൻ ഉരുകി തീർന്നു പോകും. അപ്പോൾ ഗൈസ് ഇനി ഞാൻ പോവാണ്. നമ്മളെ വണ്ടി ഇതാ അവിടെ ഉണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോവാണ്. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞാൻ SM നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഒരു നല്ലൊരു ഷോപ്പിലേക്കാണ് കയറാൻ പോണത്. നമുക്ക് ഇവിടുത്തെ ഒക്കെ ഒന്ന് കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കാം. ഇത് SM അല്ല, ഇത് വേറൊരു സ്ട്രീറ്റാണ് ഗൈസ്. ഗൈസ് എന്താ പറയുക, എങ്ങനെയുണ്ട് ഇവിടുത്തെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? നോർമലാ? ഓക്കെ. ഈ SM-ൻ്റെ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? SM ക്വാളിറ്റിയിലെ സാധനം കിട്ടും, അത്ര തന്നെ. അപ്പോൾ ഈ SM-ലാണോ ഇവിടെ ആണോ ഏറ്റവും നല്ലത്? അല്ല, SM-ലാണോ ഇവിടെ ആണോ ഏറ്റവും നല്ലത്? കുറച്ചുകൂടി കളക്ഷൻ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ ബഷീർ റോഡിലേക്ക് ആണ്. ഓക്കെ, നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ഷാനിദ്. ഷാനിദ്. ഓക്കെ, ഒരു ഹായ് പറഞ്ഞു. അപ്പോൾ റംസാൻ മുബാറക്. ഓക്കെ. ഇതൊക്കെ ഇവിടെ കസ്റ്റമേഴ്സാണ് ആണല്ലേ? ഓക്കെ, കസ്റ്റമേഴ്സാണ് കഴിച്ചത് മൊത്തം. ഇത് മൊത്തം സ്റ്റാഫുകൾ. പേരെന്താ? ജയാസ്. ഓക്കെ. സൗബിൻ. ഓക്കെ. നിഹാൽ. ഓക്കെ. ഷാമിൽ. നിഷാൽ. ഓക്കെ. ഒക്കെ ചെറിയ ചെറിയ സ്റ്റാഫുകളാണ്. ഭാവിയിലെ വലിയ വലിയ സ്റ്റാഫുകളാവേണ്ട ആൾക്കാരാണ്. ഓക്കെ, വലിയ ആൾക്കാർ. ഓക്കെ. മറന്നു പോകുന്നില്ല, അങ്ങോട്ട് വരുമായിരിക്കുമായിരുന്നു. അപ്പോൾ പേരെന്താ? റഹീം. ഓക്കെ. എത്ര കാലമായിട്ട് ഇവിടെ ഈ ഷോപ്പ്? 2 വർഷം. ഓക്കെ. ഈ ഈദിന്റെ ടൈമിൽ എങ്ങനെയാണ് ഇവിടെ? പെരുന്നാളിന്റെ ടൈമിൽ റഷ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എങ്ങനെ ഡിസ്കൗണ്ട് കാര്യങ്ങളും? ഡിസ്കൗണ്ട് ഞങ്ങൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഈ SM-ലാണോ ഇവിടെ ആണോ ഒന്നുകൂടി മെച്ചപ്പെടുന്നത്? ബിസിനസ് രണ്ട് കാറ്റഗറിയാണ്. ഓക്കെ. ബിസിനസ് വേറൊരു സ്റ്റൈലാണ്, ഇവിടുത്തെ ബിസിനസ് വേറെ സ്റ്റൈലാണ്, കൂടി ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ. അപ്പോൾ പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം. ഓക്കെ. അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളൂ. ഓക്കെ. ആണല്ലേ? ഓക്കെ. മെയിൻ സ്റ്റാഫാണ്. 4-5 കൊല്ലം കാസർഗോഡ് നിന്ന് ഇവിടെ വന്നിട്ട്. ഓക്കെ. ഹാപ്പി അല്ലേ? ഓക്കെ. പിന്നെ നമ്മളെ മാനേജർ. ഓക്കെ. പേരെന്താ? പേര് ദാനിഷ്. ഓക്കെ. അപ്പോൾ ഓക്കെ, ഇനി ഞാൻ പോവാണ്. മാസ്ക് എന്തിനെപ്പോഴും മാസ്ക് ഇടുന്നത്? അഫയർ ഉണ്ടോ? ഓക്കെ. എന്താ പേരെന്താ? സിയാദ്. ഓക്കെ. എത്ര കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഓക്കെ. എപ്പോഴും മാസ്ക് ഇടുമോ? മാസ്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാസ്ക് ഇട്ടിട്ട്? ഓക്കെ. അപ്പോൾ ഇവിടെ ഉള്ള ആരും മാസ്ക് ഇടുന്നില്ല, അപ്പോൾ നിങ്ങൾ മാത്രം മാസ്ക് ഇടുന്നത്. അത് എന്തിലാണ് നിങ്ങൾ സാറ്റിസ്ഫൈഡ്? അലർജി. ഓക്കെ. എന്നാൽ ഹാപ്പി. അപ്പോൾ റംസാൻ മുബാറക്. ഓക്കെ, ഞാൻ പോയി. ബൈ ഗൈസ്. അങ്ങനെ നമ്മളിവിടെ പോവാണ്. അപ്പുറത്തുണ്ടല്ലേ? ഓക്കെ ഗൈസ്, നമ്മളിവിടുന്ന് പോവാണ്. ഗൈസ്, നമ്മൾ പോകണമെന്നില്ല. ഇനി ഇവിടെ നേരെ മറിച്ച് ഇപ്പുറത്തേക്ക് പോകാന്ന് വെച്ചാൽ വേറെ ഷോപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആണ് ഇത് ഷോപ്പ്? ഇത് വേറെ ഷോപ്പ് ആണല്ലേ? ഓക്കെ ഗൈസ്, ഒരുപാട് കാഴ്ചകളായിരിക്കും ഗൈസ്. ഇന്ന് ശനിയാഴ്ചയാണ്, അപ്പം ഇന്ന് മൊത്തത്തിലൊന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ്. എടാ ഓനെടെ എൻ്റെ കൂടെ ഉള്ള ഒരാൾ കാണില്ലേ ഗൈസ്? എടാ ഓനെടെ ഗൈസ്, എൻ്റെ കൂടെ ഒരുത്തണ്ടേനി. എടാ എൻ്റെ കൂടെ ഒരുത്തനില്ലേനോ? ഓനെടെ? എടാ എൻ്റെ മാതിരി ഒരുത്തണ്ടേനി എൻ്റെ കൂടെ. എടാ എൻ്റെ പോലെ ഒരുത്തണ്ടേനിടെ എൻ്റെ കൂടെ പോയി. ഏതാ മൂട്? പൊള്ളിമൂട്. ഓക്കെ. പേരെന്താ? റിജു. ഇവിടെ വൻ സെയിലാണ് ഇവിടെ നടക്കുന്നത്. വൻ സെയിൽ. ഇവിടെ എന്താ ഇത്രക്കൊരു ക്രൗഡ് ഉണ്ടാവും? പിന്നെ നല്ല ക്രൗഡ് ഉണ്ടാവും. ഓക്കെ. SM-ലും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്താ?
ഇവിടെ ആണ് കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടുക. ക്വാളിറ്റി ഉള്ളത്. ഓക്കെ, എന്താ മാസ്ക് ഇട്ട് താത്തു? ഓക്കെ, ഹാപ്പി അല്ലേ? റംസാൻ മുബാറക്. ഒരായി പറയൂ. ഓക്കെ, ഒക്കെ പഠിച്ചു വെച്ചിരുന്നല്ലേ? ഓക്കെ, നമ്മളെ ഫാനാണല്ലേ? ഓക്കെ, ഹാപ്പി ആണല്ലേ? ഓക്കെ, ഹൈസ് ഇവിടെ ഒന്നും വേണ്ട. അതെന്താ എൻ്റെ കയ്യിലെന്താ? ഷെഡിയോ? ഷെഡി. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത്? നല്ല തണുപ്പുണ്ട്, അതവിടെ നിൽക്കുന്നത്. ഓക്കെ, ഈ SM-ലാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ പണിയെടുക്കും. എന്നാൽ പിന്നെ അവിടെ പോയി പണിയെടുക്കണ്ടേ? ആണല്ലേ? ഓക്കെ, എന്നാൽ ഒരു ഹാപ്പി പറഞ്ഞോ. ഹാപ്പി അല്ല, ഹായ് പറഞ്ഞോ, മാറിപ്പോയതാ. ഓക്കെ, ശരി, ബൈ. ഇനി ആരൊക്കെയുള്ളത്? ഐസ്, നിങ്ങൾ തന്നെ ഇവിടുന്ന് പുതിയ ഡ്രസ്സ് ഇപ്പൊ നമ്മളുള്ളത് ഇവിടെ സാപ്പ് എന്ന് പറഞ്ഞ കടയിലാണ്. ഓക്കെ, നമ്മുടെ കൂടെ ഉള്ളത് ഷാദി. ഓക്കെ, അപ്പൊ ക്യാമറമാന്റെ കൂടെ നീ പങ്കെടുച്ചേരുന്നു. അപ്പൊ ഒരു പാട്ട് ആയല്ലോ. ഓക്കെ, മുതലാളി എവിടെ? അങ്ങളെ മുതലാളി പൊളിമൂട് പൊളിമൂട് വേറെ മൂടാണ്. ഇനി നമ്മൾ മേലെ കയറാൻ വേണ്ടി, ഇനി നമ്മൾ നേരെ മുകളിലേക്ക് കയറാൻ പോണ്ട്. ഗൈസ്, ഇനി നമ്മൾ നേരെ മുകളിലോട്ട് കയറാൻ പോണ്ട്. എന്താണെന്ന് അറിയില്ല, ഞാൻ ഇതിന്റെ ഒരു മോഡലിൽ ഇങ്ങനെ റംസാൻ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുക. ഗൈസ്, ഓക്കെ, ഹാപ്പി അല്ലേ? ഗൈസ്, നമ്മൾ മുകളിലല്ലേ ഗൈസ്? അങ്ങനെ മേലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഹായ്. ഓക്കെ, എന്താ മേലെ വന്നിരിക്കുന്നത്? ഓക്കെ ഗൈസ്, എത്രങ്ങാനോ ഇതിൻ്റെ ഉള്ളോട്ട് ഇനിയും ഉണ്ട്. ഇത് ഇവിടേക്ക് എന്താ? അത് ഗോഡൗൺ അല്ലേ? ഓക്കെ, എന്താ ചെയ്യുക, വൻ സെറ്റപ്പ് ആവാം ഗൈസ് ഇവിടെ. ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ ഗൈസ്, പെരുന്നാളിൻ്റെ തിരക്കാണ് ഇവിടെ കാണുന്നത്. ഇത്രങ്ങാനും ആൾക്കാരാ. അപ്പൊ എല്ലാരും സാറ്റിസ്ഫൈഡ് അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ റംസാൻ മുബാറക്ക്. ഞാൻ പോവാ. ഓക്കെ, ബൈ. ഇനി നമ്മൾ യൂട്യൂബിൽ വെച്ച് കാണാം. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇന്ന് ഇവിടെ മൊത്തം കലക്കും ഗൈസ്. പിന്നെ കൊണ്ട് പറ്റുന്ന മാതിരി മൊത്തം നമ്മളെ കളറൊക്കെ പോവാ ഗൈസ്. എന്താ ഇവിടെ നടക്കുന്നത് ഗൈസ്? ഒരുപാട് കളക്ഷനും കാര്യങ്ങളുള്ളത്, പരിചയപ്പെടുത്താൻ കഴിയില്ല, ഒരുപാട് ടൈം എടുക്കും. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒന്ന് ബാക്കി കോഴിക്കോട് 14 ജില്ലയല്ലേ, എല്ലാ സ്ഥലത്തും പോകണമെന്നുണ്ട്. ഓക്കെ, ഞാൻ പോയി. ഓക്കെ ഓക്കെ ഓക്കെ, ഹായ്. ഓക്കെ, ഞാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാണ് ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വരുന്നത്. പിന്നെ ഞാനൊരു വ്ളോഗറാണ്, അപ്പോൾ അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഫാൻസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പാടെ ഇട്ട് ഇങ്ങനെ ഊക്കും ചെയ്യും, കളറാക്കും, പിന്നെ എന്തൊക്കെയോ കളിയാക്കും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മളത് നോക്കാനേ പോകണില്ല. നമ്മളൊരു ഡയറക്ഷനിൽ ഇങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുക. ആൾക്കാർ പലതും വിചാരിക്കും, നമ്മളത് നോക്കാനേ പോകണില്ല, ചിന്തിക്കാനേ പോകണില്ല. അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഷാൻ പോവാണ്, എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇനി അവിടെ വണ്ടിയുണ്ട് ഗൈസ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചുട്ടു പൊള്ളുന്ന വെയിലായിരുന്നു. അപ്പോൾ ഫുള്ളൊരു കോമഡി തമാശയോട് കൂടിയാണ് നമ്മളിന്ന് SM സ്ട്രീറ്റിൽ വന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിലും അടിപൊളി വീഡിയോസായിട്ട് ഇനി റംസാൻ കാഴ്ചകളായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളൂ.